അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. പരിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് സജ്ന ഒരുങ്ങിയത്. എല്ലാ നാടുകളിലുമുള്ള ഉമ്മമാർ ഉപ്പമാരൊക്കെ പ്രത്യേകിച്ച് ഷഅബാൻ എന്നുള്ളത് റമദാന് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി അവിടെ ഇരിക്കുന്ന പേപ്പറുകളും പലതും എല്ലാം പെറുക്കിയെടുത്ത് നന്നായി വൃത്തിയാക്കുന്ന ഒരു സമയവും മാസവും കൂടിയാണ്. ബറാത്തിൻ്റെ മുമ്പൊക്കെ ചില ഉമ്മമാരൊക്കെ ഒരുങ്ങും. അൽഹംദുലില്ലാഹ്, നല്ലൊരു കാര്യമാണ്. ശുദ്ധി എന്നുള്ളത് ഇസ്ലാമിൽ വലിയ മഹത്വമുള്ളതാണ്. ഇങ്ങനൊരു നനച്ചുകുളി എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഉണ്ടോ എന്ന് ചോദിക്കും. പല നാടുകളിൽ ഈ നനച്ചുകുളി എന്ന് പറയുന്നത് വലിയൊരു വിഷയമായിട്ട് കാണുകയും സജീവമാവുകയും ചെയ്യും. വീടും പരിസരമൊക്കെ ചില വീടുകളിലൊക്കെ പെയിൻ്റൊക്കെ കൊടുത്ത്, അതുപോലെ പള്ളികളെല്ലാം വൃത്തിയാക്കി പള്ളിക്കൊക്കെ പെയിൻ്റൊക്കെ കൊടുത്ത് നന്നായി ശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥ നല്ലതാണ്. പരിശുദ്ധ റമദാൻ അല്ലേ, മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാനും വീട് ശുദ്ധിയാവലൊക്കെ നല്ലതാണ്. ഇതിന് തെളിവ് ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ ചോദിക്കുന്നവർ ശുദ്ധി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് ചുരുക്കി മനസ്സിലാക്കിയാൽ മതി. കാരണം ശുദ്ധിക്ക് അത്തുഹുർ ഷുത്റുൽ ഈമാൻ, ഈമാന്റെ പകുതിയാണ് ശുദ്ധി എന്നുള്ളതാണ്. ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ശുദ്ധിക്ക്. കാരണം അള്ളാഹു ശുദ്ധിയുള്ളവനാണ്, ശുദ്ധിയുള്ളവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഈ സജ്ന പരിശുദ്ധ റമദാന്റെ ഒരുക്കത്തിലായിരുന്നു. റമദാനിന് വേണ്ടിയുള്ള ആ വീട് ശുചീകരിക്കുന്ന സമയത്ത് ഈ എല്ലാം അവിടുത്തെ എല്ലാ കച്ചറകളെല്ലാം പെറുക്കിയെടുത്ത് ഒരു സ്ഥലത്ത് അത് ഒരുമിച്ച് കൂട്ടി അതിലേക്ക് തീ കൊളുത്തിയപ്പോൾ സജ്ന അറിയാതെ സജ്നയുടെ ശരീരത്തിൽ ആ തീ ആളിക്കത്തുകയും പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പൊന്നുമക്കളുടെ ഉമ്മ നഷ്ടപ്പെട്ടു. ആ മക്കൾ കുടുംബവും തീരാ ദുഃഖത്തിലാണ്. ആ മക്കളെ താലോലിക്കാൻ, ആ മക്കളെ തോലിലേറ്റ് നടക്കാൻ ഇനി സജ്ന ഈ ലോകത്തില്ല. ഇനി ഓർമ്മ മാത്രയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത്തരത്തിലുള്ള നനച്ചുകുളികളൊക്കെ ചെയ്യുമ്പോൾ വീടിൻ്റെ പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റുകളൊക്കെ നിങ്ങൾ കത്തിക്കപ്പെടുന്ന സമയത്തൊക്കെ തീർച്ചയായും ഗൗരവത്തിൽ ഒരു കയ്യിൽ ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ വേണം. കാരണം തീ അല്ലെങ്കിൽ കുറച്ച് ഓരോ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി ഇത്തരത്തിലുള്ള കാര്യം ചെയ്യണം. അതല്ലാതെ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് തീ കത്തുന്ന സമയത്ത് തന്നെ അതിലേക്ക് പെട്രോൾ ഒഴിക്കുക, അതുപോലെ മണ്ണെണ്ണ ഒഴിക്കുക, ഒന്ന് നന്നായി കത്തട്ടെ എന്ന് പറഞ്ഞു. നാം അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് അത്രത്തുള്ള തീ പടർന്നു വന്നാൽ നാം ഓടുകയെല്ലാം ചെയ്യേണ്ടത്. ആ സമയത്ത് നാം നിലത്ത് വീണ് ഉരുണ്ടാൽ പോലും ചിലപ്പോൾ ആ തീ കെടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഓടുമ്പോൾ അത് പിന്നെ ആളിക്കത്തുകയാണ്. സജ്ജനക്ക് ഈ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. അവസാന ആശുപത്രിയിൽ കൊണ്ടുപോയി പോലും രക്ഷപ്പെടുത്താൻ സാധ്യമായില്ല. അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ആ പൊന്നുമക്കളുടെ ആരാണ് ആ മക്കൾക്ക് ഇനി ആ സമാധാനം പറയുക? എങ്ങനെയാണ് ആ മക്കളെ ആശ്വസിപ്പിക്കുക? പിഞ്ചുമക്കളല്ലേ. അപ്പോൾ നമുക്ക് പിഞ്ചുമക്കളുടെ മാതാപിതാക്കളാണ്. അപകട സാധ്യതകളെ കുറിച്ചൊക്കെ നന്നായി നാം അറിഞ്ഞിരിക്കണം. അത്തരത്തിലുള്ള സാഹചര്യം സന്ദർഭങ്ങളിലൊക്കെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പൊന്നുമക്കൾ, അവർക്കൊക്കെ അപകടങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് ബോധമുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇഫ്ദിയത്ത് ആ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അള്ളാഹു സജ്നാക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന തിരക്കിലായിരിക്കാം. എന്നാൽ ശ്രദ്ധയോടുകൂടി ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം പരിശുദ്ധ റമദാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാൻ, വളരെ ശുദ്ധിയോടുകൂടി അതിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.